ഹേ ഗായ്സ്, ഇന്നൊരു നല്ല സൺഡേ ആണ് കേട്ടോ. നല്ലത് പതിയെ മാറിക്കോളും. ജർമ്മനിയിൽ വന്നിട്ട് എവിടെയെങ്കിലും കറങ്ങാൻ പോകണമെന്ന് വിചാരിച്ചപ്പോഴാണ് കേട്ടോ നമ്മൾ അടുത്തുള്ള ഇംഗോൾസ്റ്റാറ്റ് വില്ലേജ് കാണാൻ പോകാന്ന് വിചാരിച്ചത്. നാട്ടിൽ വില്ലേജ് ഇല്ലാഞ്ഞിട്ടല്ല, ഈ ജർമ്മൻ വില്ലേജ് കാണാനുള്ള ആഗ്രഹവും എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ അങ്ങാട് കെട്ടിയെടുത്തത്. ഇതുവരെ എല്ലാം ഓക്കെ ആയിരുന്നു കേട്ടോ. ഈ സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങണ നിമിഷം മനസ്സിലായി ഇനി ഒരു 30 മിനിറ്റ് നടക്കാനുണ്ട്. എന്തായാലും കെട്ടിയൊരുങ്ങി വന്നതല്ലേ, നടന്നേക്കാം, വില്ലേജും കാണാലോ. പിന്നെ അത് മാത്രല്ല, ഇതൊരു എക്സസൈസിന്റെ ഭാഗമായിട്ട് വിചാരിച്ചാ പോരെ. ഇങ്ങനെയൊക്കെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ 3 പേരും നടക്കാൻ തുടങ്ങിയത്. നടന്നിട്ടും എത്തണമില്ല, നല്ല പൊരു വെയിലും. എന്നിട്ടും നമ്മൾ കൈവിടാത്ത ആത്മവിശ്വാസം പിടിച്ച് വേഗം നടന്നാൽ വേഗം എത്തും എന്ന പോളിസി പ്രകാരം നമ്മൾ നടന്നു. അങ്ങനെ നമ്മുടെ അരമണിക്കൂറുള്ള നടപ്പ് 3/4 മണിക്കൂറായിട്ടും നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളപ്പോൾ അരമണിക്കൂറായി നടക്കുന്നത്, ഒരു പുരോഗമനമില്ല, നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടില്ല. ഈ ജന്തുക്കളൊക്കെ ഊട്ടി ഗായ്സ്, നമുക്കറിയാലോ ഞായറാഴ്ച ജർമ്മനിയിൽ ഒരു കടയിൽ പോലും തുറക്കൂലെന്ന്. എന്നിട്ട് ആ ദിവസം തന്നെ നമ്മൾ ഇംഗോൾസ്റ്റാറ്റിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് വില്ലേജ് കാണാൻ. സൂര്യകാന്തി തോട്ടം നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട് ഗായ്സ്. പക്ഷെ അത് കരിഞ്ഞു പോയി. ഞായറാഴ്ച ജർമ്മനിൽ ഒന്നും നടക്കൂലെന്ന് ഞങ്ങൾക്കറിയാം. എന്നിട്ടും ഞങ്ങൾ ഞായറാഴ്ച ഫ്രീ ആണ്, ഓഫാണെന്ന് പറഞ്ഞ് ഇറങ്ങിയത്. അപ്പൊ പറച്ചിലേട്ട തിങ്കളോടങ്ങി ശനി വരെ അധ്വാനിക്കാൻ തോന്നും. അതുമല്ല. അങ്ങനെ ഞങ്ങൾ ഇംഗോൾസ്റ്റാറ്റ് വില്ലേജ് എത്തി. ഞാൻ വിചാരിച്ച ഗെറ്റപ്പും സെറ്റപ്പ് ഒന്നും അല്ലായിരുന്നു. പിന്നീട് അറിഞ്ഞത് നമ്മൾ ഉദ്ദേശിക്കുന്ന വില്ലേജ് അല്ല ഇത്. ഒരു പ്രീമിയം ലക്ഷറി ഓപ്പൺ എയർ ഔട്ട്ലെറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണെന്ന്. അത് ഞായറാഴ്ച ഇവിടെ കട തുറക്കൂലല്ലോ. സോ ഒന്നും തന്നെ കാണാനും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ പോക്ക് ഡോഗ് ചന്തക്ക് പോയ പോലെ ആയി. പിന്നെ ബസ്സും ഇല്ല കേട്ടോ, ഞായറാഴ്ച ആയതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ബസ്സില്ലാ സ്ഥലത്ത് നിന്ന് നടന്നു. പിന്നെയും ഒരു 3/4 മണിക്കൂറിൽ ഒരു അരമണിക്കൂർ ആയപ്പോഴേക്കും ഞാൻ റിയലൈസ് ചെയ്തു എൻ്റെ ജാക്കറ്റ് ഞാൻ അവിടെ ഇട്ട് മറന്നു എന്ന്. പിന്നെ പാടമെല്ലാം വെട്ടിക്കീറി മുറിച്ച് കഷ്ടപ്പെട്ട് നടന്ന് ഇംഗോൾസ്റ്റാറ്റ് വില്ലേജിൽ വീണ്ടും എത്തി നമ്മൾ ജാക്കറ്റ് എടുത്തു. തിരിച്ചും പാടം തന്നെ കയറി. പാടം കടന്നതിന് ഫൈൻ ഇടാന്ന് അറിയാൻ പാടില്ല. പിന്നെ റെയിൽവേയും കടന്നു കേട്ടോ. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണാം. ടാ.